नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम ഹരേ ഹരേ. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 68. മഹർഷി നാരദൻ കൃഷ്ണന്റെ ഭവനങ്ങൾ സന്ദർശിക്കുന്നു. പേജ് നമ്പർ 667. രുക്മിണീ ദേവിയുടെ കൊട്ടാരത്തിൽ നിന്നിറങ്ങിയ നാരദന് ഭഗവാന്റെ അന്തഃശക്തിയായ യോഗമായയുടെ പ്രവർത്തനങ്ങൾ കാണാൻ ആഗ്രഹമുണ്ടായി. അതിനാൽ അദ്ദേഹം മറ്റൊരു റാണിയുടെ കൊട്ടാരത്തിൽ പ്രവേശിച്ചു. അവിടെ തൻ്റെ പ്രിയ പത്നിയും ഉദ്ധവരുമൊത്തു ഭഗവാൻ കൃഷ്ണൻ ചതുരംഗം കളിക്കുകയായിരുന്നു. ഉടനെ ഭഗവാൻ എഴുന്നേറ്റ് തൻ്റെ സ്വന്തം ഇരിപ്പിടത്തിൽ ഉപവിഷ്ടനാകാൻ നാരദമുനിയെ ക്ഷണിച്ചു. രുക്മിണിയുടെ കൊട്ടാരത്തിൽ സ്വീകരിക്കുമ്പോഴുണ്ടായിരുന്ന അതേ പരിച്ഛദങ്ങളോട് കൂടി തന്നെ ഭഗവാൻ ഇവിടെയും നാരദനെ സ്വീകരിച്ചു. അദ്ദേഹത്തെ യുക്തമായ രീതിയിൽ സ്വീകരിച്ച ശേഷം രുക്മിണിയുടെ കൊട്ടാരത്തിൽ നടന്നതൊന്നും അറിയാത്ത മട്ടിലായിരുന്നു ഭഗവാന്റെ പ്രവൃത്തികൾ. അദ്ദേഹം നാരദനോട് പറഞ്ഞു, പ്രിയപ്പെട്ട മഹർഷി, വിശുദ്ധനായ അങ്ങു ഇവിടെ വരുമ്പോൾ തന്നെ സ്വയം സമ്പൂർണനാണ്. ആവശ്യങ്ങൾ വിട്ടൊഴിയാത്ത ഗൃഹസ്ഥാശ്രമികളാണ് ഞങ്ങൾ. എന്നാൽ അങ്ങയ്ക്ക് ആരുടെ സഹായവും ആവശ്യമില്ല. കാരണം അങ്ങ് സ്വയം സംതൃപ്തനാണ്. ഈ പരിതസ്ഥിതിയിൽ എന്തു സ്വീകരണമാണ് നാം അങ്ങേക്ക് അർപ്പിക്കേണ്ടത്? എന്താണു നാം വിചാരിച്ചാൽ അങ്ങേക്കു നൽകാൻ കഴിയുക? എങ്കിലും പരിശുദ്ധനായ അവിടുന്ന് ഒരു ബ്രാഹ്മണനാകയാൽ കഴിവിനനുസരിച്ച് എന്തെങ്കിലും അങ്ങേക്കായി സമർപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതിനാൽ എന്താണ് വേണ്ടതെന്ന് നമ്മോടു കൽപ്പിച്ചാലും അങ്ങേക്കു വേണ്ടി നാം എന്താണു ചെയ്യേണ്ടത്? ഭഗവാന്റെ ലീലാവിലാസങ്ങളെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും നാരദൻ അറിയാം. അതിനാൽ കൂടുതലൊന്നും പറയാതെ നിശബ്ദനായി ഭഗവാന്റെ കൃത്യങ്ങളിൽ അദ്ഭുത പരതന്ത്രനായി ആ കൊട്ടാരത്തിൽ നിന്നും പുറപ്പെട്ടു. തുടർന്നു മറ്റൊരു കൊട്ടാരത്തിൽ ഇത്തവണ വാത്സല്യനിധിയായ പിതാവിനെ പോലെ മക്കളെ ലാളിക്കുന്നതിലേർപ്പെട്ടിരിക്കുന്ന ഭഗവാൻ കൃഷ്ണനെയാണ് നാരദൻ കണ്ടത്. മറ്റൊരു കൊട്ടാരത്തിൽ ചെന്നപ്പോൾ ഭഗവാൻ കൃഷ്ണൻ കുളിക്കാനൊരുങ്ങുകയായിരുന്നു. ഇപ്രകാരം കൃഷ്ണന്റെ 16,000 റാണിമാരുടെ കൊട്ടാരത്തിലും നാരദൻ പോയി. അവിടൊക്കെ വിഭിന്ന കാര്യങ്ങളിൽ നിരതനായിരിക്കുന്ന കൃഷ്ണനെയാണ് അദ്ദേഹം കണ്ടത്. ഹോമാഗ്നിയിൽ ഹവിസ്സർപ്പിച്ച് ഗൃഹസ്ഥന്മാർക്കു വിധിച്ചിരിക്കുന്ന രീതിയിൽ വേദങ്ങളിൽ പറയുന്ന ചടങ്ങുകൾ പ്രകാരം അനുഷ്ഠാനങ്ങൾ നടത്തുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന കൃഷ്ണനെയാണ് മറ്റൊരിടത്തു നാരദൻ കണ്ടത്.
വേറൊരിടത്ത് ഗൃഹസ്ഥന് അനുപേക്ഷണീയമായ പഞ്ചയജ്ഞം എന്ന യാഗത്തിലേർപ്പെട്ടിരിക്കുന്ന കൃഷ്ണനെയാണ് കണ്ടത്. ഈ യജ്ഞത്തിനു പഞ്ചസൂനം എന്നും പേരുണ്ട്. അറിഞ്ഞോ അറിയാതെയോ എല്ലാവരും, വിശേഷിച്ചു ഗൃഹസ്ഥാശ്രമികൾ 5 തരം പാപങ്ങൾ ചെയ്യുന്നുണ്ട്. ജലകുംഭത്തിൽ നിന്നു ജലം പകർന്നെടുക്കുമ്പോൾ അതിലുള്ള അനേകം അണുക്കളെ നാം കൊല്ലുന്നുണ്ട്. അരവുയന്ത്രം ഉപയോഗിക്കുമ്പോഴും നാം അനേകം അണുക്കളെ നശിപ്പിക്കുന്നുണ്ട്. തറ അടിച്ചു വാരുമ്പോഴും തീ കത്തിക്കുമ്പോഴുമൊക്കെ എത്രയെങ്കിലും അണുജീവികളുടെ നാശത്തിനിടയാകുന്നുണ്ട്. തെരുവിലൂടെ നടക്കുമ്പോൾ ഉറുമ്പ് മുതലായ അസംഖ്യം ക്ഷുദ്രജീവികളെ നാം ചവിട്ടി അരയ്ക്കുന്നു. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അറിഞ്ഞും അറിയാതെയും നാം ഹിംസ നടത്തുന്നുണ്ട്. അതിനാൽ ഇത്തരം പാപകർമ്മങ്ങളുടെ ഫലങ്ങളിൽ നിന്നു സ്വയം മുക്തരാകാൻ വേണ്ടി പഞ്ചസൂനയജ്ഞം നടത്താൻ ഗൃഹസ്ഥന്മാർ ബാധ്യസ്ഥരാണ്. ഹരേ കൃഷ്ണ.